വിക്രമാദിത്യ കഥകൾ ഭാഗം 28. രാഗിണി. അടുത്ത ദിവസവും പതിവ് പോലെ സിംഹാസനാരോഹണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഭോജരാജൻ 5-ാമത്തെ പടിയിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന രാഗിണി എന്ന സാലഭഞ്ജിക അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനശ്വര ഗുണങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ടും അങ്ങയ്ക്ക് മനസ്സിലായില്ലേ? ഇനിയും ഈ സിംഹാസനത്തിലേറാൻ ശ്രമിക്കുന്ന അങ്ങയുടെ പെരുമാറ്റം മാന്യനായ ഒരു രാജാവിന് യോജിച്ചതല്ല. അപ്പോൾ ഭോജരാജാവ് പറഞ്ഞു, ഇത്ര വാഴ്ത്തപ്പെടാനും പ്രസിദ്ധനാകാനും വിക്രമാദിത്യൻ എന്താണ് ചെയ്തത്? അറിയാവുന്നത് പറയൂ. അപ്പോൾ 1-2 നിമിഷങ്ങൾ നിശബ്ദയായി നിന്ന ശേഷം രാഗിണി ഉത്സാഹത്തോടെ കഥ പറയാൻ തുടങ്ങി. വിക്രമാദിത്യനും ഭട്ടിയും ഒരിക്കൽ 6 മാസം കഴിഞ്ഞ് കാടാറു മാസത്തിന് പുറപ്പെട്ടു. ഇരുവരും വനങ്ങളും പർവ്വതങ്ങളും കടന്ന് അവസാനം ഒരു രാജവീതിയിലെത്തി. വീതി 2 ശാഖകളായി പിരിയുന്നിടത്ത് ഓരോ ചൂണ്ടുപലകകളുണ്ടായിരുന്നു. ഒന്നിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് പഞ്ചസേന രാജാവ് ഭരിക്കുന്ന നാഗാപുരത്തിലേക്കുള്ള വഴിയാണ്. പുരുഷന്മാരോട് സംസാരിക്കുകയില്ലെന്ന വ്രതമുള്ള രാജപുത്രിയുടെ പേര് പേശമാടന്ത. അവളെ കൊണ്ട് സംസാരിപ്പിച്ച് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യത്തെ കോട്ടയിൽ 1000 വരാഹൻ കെട്ടിവെക്കണം. പല രാജകുമാരന്മാരും ഈ ശ്രമത്തിൽ തോറ്റ് മുണ്ടിത ശിരസ്കരായി പിന്മാറിയിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 2-ാമത്തെ ചൂണ്ടുപലകയിലും ഒരു പരസ്യമുണ്ട്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ വഴി ചെന്നു ചേരുന്ന വിശ്വരഞ്ജിതത്തിൽ അതിപ്രസിദ്ധങ്ങളായ 2 ദാസികളുണ്ട്. അഹങ്കാര ദീപിക, ഗുണദീപിക എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. അവരോടൊത്ത് കഴിയണമെന്നുള്ളവർ 1000 വരാഹൻ കൊടുക്കണം. വിക്രമാദിത്യനും ഭട്ടിയും ഇവ വായിച്ചു. ഒന്ന് പരീക്ഷിക്കണമെന്ന് അവർ 2 പേരും നിശ്ചയിച്ചു. വിക്രമാദിത്യൻ വിശ്വരഞ്ജിതത്തിലേക്കും ഭട്ടി നാഗാപുരത്തിലേക്കും നടന്നു. കുറെ ദൂരം സഞ്ചരിച്ച് വിക്രമാദിത്യൻ ഉദിഷ്ടസ്ഥാനത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അഹങ്കാര ദീപികയുടെ സൗധത്തിലെത്തി. വൃദ്ധ ബ്രാഹ്മണൻ മണിയടിച്ചു. തോഴിമാർ വന്ന് അയാളെ അകത്തേക്ക് കൊണ്ടുപോയി. വൃദ്ധ ബ്രാഹ്മണനെ കണ്ട് അഹങ്കാര ദീപിക കോപിച്ചു. തന്നോടുകൂടി ജീവിക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്നും കൂടി അറിഞ്ഞപ്പോൾ അവൾ അയാളെ ആട്ടി ഓടിച്ചു. വൃദ്ധ ബ്രാഹ്മണൻ നേരെ ഗുണദീപികയുടെ വീട്ടിലേക്ക് ചെന്നു. ഗുണദീപിയെ കണ്ട് തൻ്റെ അഭിലാഷം അറിയിച്ചപ്പോൾ അവൾക്ക് അയാളോട് സഹതാപം തോന്നി. അയാളെ തൻ്റെ കൂടെ താമസിപ്പിക്കുവാൻ അനുവദിച്ചു. താൻ വൃദ്ധനാണെന്നും മാത്രമല്ല ദരിദ്രനും രോഗിയും കൂടിയാണെന്നറിഞ്ഞിട്ടും തന്നോടുകൂടെ സന്തോഷിക്കാൻ തയ്യാറായ ഗുണദീപികയിൽ വിക്രമാദിത്യന് സംതൃപ്തി തോന്നി. അവൾ ദിവസവും അയാളെ ശുശ്രൂഷിക്കുകയും അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്തു. രാവിലെ കൊട്ടാരത്തിലേക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവൾ ആ വൃദ്ധന് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുക്കുവാൻ മറന്നിരുന്നില്ല. ഗുണദീപികയെ നിന്ദിക്കാൻ ഇത് തന്നെ തരമെന്ന് കരുതി അഹങ്കാര ദീപിക രാജാവ് കേൾക്കെ അധിക്ഷേപിച്ചു. വൃദ്ധ ബ്രാഹ്മണനെ സ്വീകരിച്ചവൾ അതിന് ഗുണദീപികയും പറഞ്ഞു, ഞാൻ വൃദ്ധനെ സ്വീകരിച്ചതുകൊണ്ട് നിനക്കെന്ത് നഷ്ടം? നിന്റെ ഭർത്താവും ഒരു വൃദ്ധനാണല്ലോ. രാജസന്നിധിയിൽ വെച്ച് വല്ലവരെയും പരിഹസിച്ചാൽ അത് ചെയ്യുന്നയാൾ പിഴയായി ഭണ്ഡാരത്തിലേക്ക് ഒരു തുക കൊടുക്കണമെന്ന് നിയമമുണ്ട്. അഹങ്കാര ദീപിക ഉടൻ പിഴയിട്ടു. പക്ഷേ ഗുണദീപികയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ പിഴയടയ്ക്കണമെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അഹങ്കാര ദീപികയുടെ അടിമയായിരിക്കണമെന്നും ഉത്തരവിട്ട് രാജാവ് അവളെ അന്ന് പറഞ്ഞയച്ചു. നൃത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഗുണദീപികയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ബ്രാഹ്മണൻ കാര്യം അന്വേഷിച്ചു. അവൾ വിവരങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അർദ്ധരാത്രി വിക്രമാദിത്യ ചക്രവർത്തി വേതാളത്തെ കൊണ്ട് വിലയേറിയ ഒരു രത്നമാല കൊണ്ടുവരവിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ വൃദ്ധനെ ശുശ്രൂഷിച്ച് ഗുണദീപിക രാജസന്നിധിയിലേക്ക് പോകാൻ യാത്രയായപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ന് പിഴയടയ്ക്കേണ്ട ദിവസമല്ലേ, നീ എന്തു ചെയ്യും? അതിന് ഗുണദീപികയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. വൃദ്ധൻ രത്നമാല എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടിയാണല്ലോ നീ അപമാനിതയായത്. എൻ്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യമാണിത്. ഇത് രാജാവിന് കൊണ്ടേ കൊടുക്കൂ.
ഗുണദീപികയുടെ മുഖം തെളിഞ്ഞു, മനസ്സ് നിറഞ്ഞു. താൻ ഉപചരിച്ചു വരുന്ന വൃദ്ധൻ സാധാരണക്കാരനല്ലെന്ന് അവൾക്ക് ബോധ്യമായി. പിഴയായി സമർപ്പിക്കപ്പെട്ട രത്നമാല കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. രത്നവ്യാപാരികൾക്ക് പോലും അതിലെ രത്നങ്ങളുടെ വില കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത്രയും അമൂല്യമായിരുന്നു. അങ്ങനെ അഹങ്കാര ദീപികയ്ക്ക് തൻ്റെ ഉദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഗുണദീപികയെ തോൽപ്പിക്കാൻ മറ്റൊരു ഉപായം കണ്ടെത്തി. കൂട്ടുകാരെ, നമ്മുടെ ഗുണദീപികയെ തോൽപ്പിക്കാനായി അഹങ്കാര ദീപിക കണ്ടെത്തിയ മാർഗം എന്താണെന്ന് അടുത്ത കഥയിലൂടെ കേൾക്കാം. അപ്പോൾ അടുത്ത കഥയുമായി അടുത്ത ദിവസം വരും വരെ ബൈ.